മോട്ടോർ വാഹന വകുപ്പ് പരിവാഹൻ സൈറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ വൻ സംഘം പിടിയിൽ 3 UP സ്വദേശികളെയാണ് വാരണാസിയിൽ നിന്ന് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. 45 ലക്ഷം രൂപയോളമാണ് കേരളത്തിൽ നിന്ന് തട്ടിയെടുത്തത്. പരിവാഹൻ സൈറ്റിന്റെ ലിങ്ക് എന്ന പേരിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പണം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. പേരാണ് പരിവാഹൻ ആപ്പിന്റെ മറവിൽ സൈബർ തട്ടിപ്പിനിരയായത്. കേരളത്തിൽ മാത്രം നടന്നത് 500ഓളം തട്ടിപ്പുകൾ. തട്ടിപ്പ് രീതി ഇങ്ങനെയാണ്. വാഹന ഉടമയ്ക്ക് പരിവാഹൻ സൈറ്റിന്റെ എന്ന പേരിൽ വാട്സാപ്പിലേക്ക് ഒരു സന്ദേശമെത്തും. ആ സന്ദേശത്തിൽ പറയുക, നിങ്ങളുടെ വാഹനം കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ചുവെന്നും അതുമായി ബന്ധപ്പെട്ട് പിഴയടക്കാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുമാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറുവശത്തെത്തിയാൽ അക്കൗണ്ടിൽ നിന്ന് പണം പൂർണ്ണമായും പിൻവലിക്കപ്പെടും. തട്ടിപ്പ് നടത്തിയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല. പരാതികൾ വ്യാപകമായതോടെ പ്രതികളെ പൂട്ടാൻ സൈബർ പോലീസ് തീരുമാനിച്ചു. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചിരുന്നത്. കൊച്ചി സിറ്റി സൈബർ പോലീസ് വാരണാസിയിൽ നേരിട്ടെത്തി തട്ടിപ്പ് സംഘത്തിലെ 3 പേരെ പിടികൂടി. ഇവരെ നാളെ കൊച്ചിയിലെത്തിക്കും. പിടിയിലായവർ രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളെന്നാണ് സംശയം. കൊൽക്കത്തയിലിരുന്നാണ് ഇവർ 3 പേരും ചേർന്ന് കേരളത്തിലെ അടക്കം വാഹന ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. സംഘത്തിൽ ഇനിയും വൻ മീനുകൾ പിടിയിലാകാനുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.